ഗായ്സ് നല്ല തണുപ്പുണ്ട്. അതായത് ഒരു ഉച്ചയ്ക്ക് വരെ എനിക്ക് ഇവിടെ തണുപ്പാണ് ശരിക്കും പറഞ്ഞ. ഞാനപ്പോ ഈ കൊട്ടാരത്തിന്റെ സൈഡിൽ കൂടെ നടക്കാന്ന് വിചാരിച്ചു. നല്ല രസല്ലേ, ഒരു ഗംഭീര സ്ഥലമാണ്. എനിക്കിവിടെ വന്നതിൽ എന്റെ പഴയ വീടിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ. നമുക്കിങ്ങനെ നടക്കാനൊക്കെ ഉദ്യാനങ്ങളുണ്ട്. കണ്ടില്ലേ, ആൾക്കാർ നടക്കില്ല ഇപ്പൊ. എനിക്ക് ആകെ ഫുഡി പോലുള്ളത് ഇത് മാത്രം. അല്ലെങ്കിൽ ചെവിയിലൊക്കെ കാറ്റ് നാളെ തലക്ക് തൊഴിലുണ്ടാവില്ല. എന്റെ പൊന്നെ, അവിടെ പീരങ്കി ഇരിക്കണ്ടല്ലോ, പൊട്ടിച്ചാല കയറി പറഞ്ഞു. അയ്യോ, ഇവിടെ തെങ്ങൊക്കെ ഉണ്ട്. പന മാത്രല്ല, പനയും തെങ്ങും എല്ലാരും ഉണ്ട്. കാറ്റാണ്. വൈകുന്നേരം ചൂടുന്നായിട്ട് ഉച്ചക്ക് ഇറങ്ങായിരുന്നു ഇതിനും ഭേദം. എന്റെ പൊന്നെ, എന്തിട്ടാ തണുപ്പ്. ഇവിടെ ഇങ്ങനെ തണുപ്പുണ്ടോ? അവിടെ കണ്ടില്ലേ, ആ ഏരിയയിലെ ആൾക്കാരൊക്കെ ബീച്ചാണ്. അപ്പൊ അവിടെ ആൾക്കാർ ഓടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നല്ല, രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാരെ കാറൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ഈ ഏരിയയിൽ കൊണ്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കും. എന്റെ പൊന്നെ, എനിക്ക് എന്റെ വീട്ടിൽ കിടന്നപ്പോ, അതായത് ഇവിടെ പട്ടക്കം പൊട്ടണ പോലെയാ. അതുമാതിരി സൗണ്ടുള്ള കാറുകള്. ഞാൻ ആദ്യം എന്തൊരു സംഭവം എനിക്ക് മനസ്സിലായി. പിന്നെ കാറ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. കാറുകള് പോലത്തെ കൊറേ എണ്ണം കുറച്ചും കൂടി രാത്രി കഴിഞ്ഞാൽ വരും. ഇവിടെ ഇങ്ങനത്തെ കാറുകൾ മാത്രം വന്നിട്ട് ഇരുന്ന് അങ്ങോട്ട് പൊട്ടിക്കും. രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അതുമാതിരി സൗണ്ടാ. എന്റെ പൊന്നേ, ഞാൻ കാണിച്ചു. ഇതൊന്നല്ലേ സാധനങ്ങള് കാണിച്ചു തരാം. ഞാൻ മെക്ലറൻ കണ്ട ആദ്യമായിട്ട്. രാത്രി വന്നു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ കാണാം. ഇതേപോലെ മുമ്പിൽ കുറെ പെട്രോൾ കൊണ്ടിരിക്കുന്നത്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്റെ പൊന്നോ, ഇതായത് മെയിൻ ഇവിടെ കഫേസ് ഒക്കെ മെയിൻ ആയിട്ട് ഇവിടെയാ. അപ്പൊ എല്ലാവരും ഇവിടേക്കാണ് മെയിൻ ആയിട്ട് ഈ രാത്രി സമയങ്ങളൊക്കെ വന്ന് അവരുടെ കുന്തളിപ്പ് കാണിക്കണം. നമുക്കത് കാണാം. പിന്നെ ഒന്നുമില്ല ഗൈസ്. ഇതുപോലെ തന്നെ ഞാൻ നടന്നു വന്ന സമയത്തായിരുന്നു ഒരു പഗാനി. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട, വണ്ടിക്ക് നിർത്തി ഇത്രയും വണ്ടികൾ ഞാൻ പോകാൻ വേണ്ടി നിന്നേണ്ട. എന്റെ ആലോചിക്ക, ഞാനിവിടുത്തെ VIP. അത് നടന്നു പോകുന്ന ആൾക്കാരാണ് ഇവിടുത്തെ VIP. എനിക്ക് വയ്യ. അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടില്ലായിരിക്കും, എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇപ്പൊ അറബി അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ചിലപ്പോ ബോൾ കൂട്ടി അടിച്ചാലോ പല്ല് പോയി ഭംഗിണ്ടാവില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാണ്ടല്ലോ, നമുക്കൊരു മാരിപ്പെട്ട ദൂരത്തേക്ക് അങ്ങോട്ട് പോവാ. വലിയ തെരയും ബഹളം ഇല്ലാത്തോണ്ട് ശല്യമില്ല കടലിനെ കൊണ്ട്. തണുക്കുന്നേ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച കൊട്ടാരം. അതാണ് ഇതാ കൊട്ടാരം. ഇനി അങ്ങനെ നടന്ന് അവിടെ എത്തിട്ട് പോയി ഷവർമ്മ കടയിൽ നിന്ന് ജ്യൂസും ഷവർമ്മ വാങ്ങിച്ച് കഴിച്ച് ഞാൻ നേരെ വീട്ടിൽ പോകും. പൊതുവെ എന്റെ ഡെയിലി റുട്ടീൻ ഇങ്ങനെയാണ്. പിന്നത്തെ ഡെയിലി റുട്ടീൻ തന്നെ. തണുത്തിട്ട് നാക്കൊടക്കണം. എന്റെ പൊന്നെ, ഒരു സാധനം എന്റെ കാണിച്ചു തരാം. അയ്യനെ എന്നെ പേടിപ്പിച്ചാൽ നെഞ്ച് പൊട്ടി. എന്റെ പൊന്നെ, തല്ലാക്ക തന്നെ പറയട്ടെ. ഞാൻ ഒരു വീഡിയോ എടുത്തപ്പോ വീഡിയോ എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാ ആൾക്കാർ വിളിക്കും. നമ്മളത് കാണിക്കണം അവരുടെ അടുത്ത്. നടക്കുമ്പോ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊക്കെ ഭയങ്കര ശ്രദ്ധിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. ചിലവന്മാര് കാർ അടുത്ത് കൊണ്ടൊന്ന് റൈസ് ചെയ്ത്, എന്റെ പൊന്നെ, ഇതൊരു GT. ഇതാണ് എന്റെ അമ്മ, അത് അടുത്തത്. നമ്മുടെ നിലനിൽപ്പത്തിന് തന്നെ ചോദ്യം ചെയ്യേണ്ട രീതിയിലുള്ള വണ്ടികളാണ് ഇതിലൂടെ പോണേ. ഒരു സാധാരണക്കാരൻ വന്നിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും, മയില് നമുക്ക് ഇതൊക്കെ എങ്ങനെയായിരിക്കും വാങ്ങാൻ പറ്റുക? അതിന് മാത്രം വണ്ടികളായിരിക്കും ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസം കൂടി പുറത്തിറങ്ങാറില്ല. ഇതൊക്കെ അല്ലെങ്കിൽ എല്ലാ ദിവസം കണ്ടുവരിക. എന്റെ പൊന്നെ, നമുക്ക് ചില സമയത്ത് നമുക്ക് വിഷമം വരും.
നമ്മൾ ഇത്ര നാളായിട്ട് നമ്മൾ കയറി ഇരിക്കാൻ പോലും നമുക്ക് പറ്റണില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനതൊക്കെ നമ്മളെല്ലാവരും ചെയ്യും അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ. ആ ദിവസം വരട്ടെ. ഇത് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനെ പറ്റി നടന്നല്ല. നമുക്ക് പറയാലോ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറെ അത് ഇതൊക്കെ കാണാൻ പറ്റും. ഭയങ്കര സന്തോഷം. അത് കാണിച്ചു കൊടുത്താൽ ആ സന്തോഷം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒന്നും പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ. പേര് പോയിട്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ടാണ് സൗണ്ടൊക്കെ കേട്ടാണ്ടല്ലോ നമ്മളവിടെ നിന്ന് പോവും. അറിയാണ്ടായാലും നോക്കില്ല നമ്മള്, അറിഞ്ഞിട്ടായാലും നമ്മള് നോക്കും. സപ്പോർട്ടിന് മാത്രമാണ് ആൾക്കാർക്ക് ഒരു വിഷയമില്ലാത്തുള്ളൂ. കൈൻഡ് ഓഫ് കുറെ വണ്ടികൾ പറയാൻ പേരുകൾ അറിഞ്ഞൂടാ, പക്ഷെ അതിന് മാത്രം വണ്ടികളുണ്ട്. ഇതിപ്പോ നിങ്ങൾ എത്ര പേര് കാണുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങൾ വരണം. ഞാൻ എന്തായാലും വരും, നിങ്ങളും വായും. ഇതൊരു അടിപൊളി ഏരിയയാണ്. ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞത് വന്ന് കാണും. ഇവിടെ ഇതൊക്കെ കാണാത്ത ആൾക്കാരുണ്ടാവും. വണ്ടികൾ കാണാൻ വേണ്ടിയില്ല, വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ പേരുണ്ടാവുമല്ലോ. അത് നമ്മളെപ്പോലെ തന്നെ പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ആവശ്യം പോലെ ഉണ്ട്. ഞാൻ പണിക്ക് വന്നതല്ല, പക്ഷെ നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ. നിങ്ങളിതൊക്കെ വന്ന് കണ്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ മോട്ടിവേഷൻ വരും. ഇങ്ങനെ ജീവിക്കണം എന്തെങ്കിലും ഒരു ദിവസം ഒരു കിടുക്കം കാറിലൊക്കെ കയറി പോകണമെന്ന് ആഗ്രഹം വരാത്ത ഏത് മലയാളികളെ. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കാറാണെങ്കിൽ ഒരു കാറ് വാങ്ങിച്ച് എൻ്റെ വീണ്ടും ഉമ്മർത്തിട്ട് 2 പൊട്ടിക്കലും പൊട്ടിച്ചൊക്കെ പോകാൻ. പക്ഷേ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളല്ലേ. നമ്മൾ നാട്ടിൽ നമ്മളെ ഒരു നാശിച്ച നാട്ടിൽ വന്ന് പെട്ടുപോയി നമ്മൾ. ഞാൻ പറഞ്ഞ നമ്മുടെ രീതികളൊന്നും അങ്ങോട്ട് ശരിയല്ല. അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ അങ്ങനെ പോവാ, ഇവിടുത്തെ കാറുകൾ നോക്കാം, എന്നിട്ട് അവരെന്തെങ്കിലും മനസ്സിൽ കുറ്റം പറയാ. ഇതൊക്കെയാണ് എൻ്റെ ഒരു തരത്തിലുള്ള സമാധാനം. ഇവിടെ വരുമ്പോൾ ഒരുപോലത്തെ 2 വണ്ടികൾ കണ്ടോ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അവരതിൻ്റെ അപ്പുറത്ത് വർത്താനം പറഞ്ഞിങ്ങനെ എന്തിനാലേ നമ്മളൊക്കെ സൈക്കിളിൽ ഓടി നടക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ കൊണ്ട് നടക്കണ കാറ് കാണുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ കണ്ണു തെളിയും. ദൈവമേ, ഇങ്ങനെയും കുറെ ലൈഫ് സ്റ്റൈൽസ് ഉണ്ട് ഇവിടെ. നമ്മളെന്തും കാണുന്നില്ലേ? നമ്മൾ അന്നത്തെ പച്ചക്കറിയും 10-20 രൂപയ്ക്ക് ചാളയും വാങ്ങിച്ച് വന്ന് കൂട്ടാൻ വെച്ച് തിന്നണ പോലെ ഒന്നുമല്ല. ടീംസ് ഇവിടെ വന്ന് വേറെ വലിയ കളികൾ കാണിക്കുന്നത്. ബട്ട് അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം ജീവിതശൈലി അങ്ങോട്ട് പോവാ. ഇതുണ്ടല്ലേ ഉള്ളവര് ഇങ്ങനെ പെണ്ണിനൊക്കെ ഒപ്പം പോവും. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കുണച്ചോണ്ട് നടക്കും. നമുക്ക് നമ്മുടെ പക്ഷെ ഇതൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആയിട്ടിരിക്കണം. മോട്ടിവേഷൻ ആയതൊക്കെ മക്കളെ. ഇവിടെ കുറെ പരിപാടികളുണ്ട്. കാശുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ഇതൊക്കെ കണ്ട് അവരും കുറ്റം പറഞ്ഞ് നടക്കാം. കണ്ട ഒരു നോട്ടം നോക്കുക. എനിക്കറിയാവുന്ന നോട്ടം അവിടെ നിന്ന് ഉള്ളതാണ്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്ത്. ഓരേ അമ്മാരെ കൊണ്ട് വിശേഷം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ജീവിക്കാൻ മോട്ടിവേഷൻ തന്നെ ഒരു നാട്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കളെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക. ഇങ്ങനത്തെ പേട്ടപ്പേട്ട കാറുകളിൽ കയറി പോടാ. ഇങ്ങനെ അല്ലെങ്കിൽ നടക്കേണ്ട വരും. ഞാനൊക്കെ കുറച്ച് ഞാൻ കിഡ്നി വിറ്റാൽ കാർ എടുക്കാം. എന്നെ കിഡ്നി വിറ്റാൽ പോലും കാർ പോകാൻ പറ്റില്ല. എൻ്റെ പോലെ ഞാൻ അപ്പുറത്തൊരു കടയിൽ പോയിട്ട് ഒരു ഷവർമയും ഏതെങ്കിലും ഒരു ജ്യൂസും, അതായത് ഇപ്പോൾ റിയാൽ 100 പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു സുഖമായി നമുക്ക് സാധനം വാങ്ങിച്ച് കഴിക്കാം. ഈ പൈസ മമ്മിയുടെ അടിച്ച് മാറ്റിയത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മമ്മി അത് മനസ്സിലാക്കും. അത് പക്ഷെ നമുക്ക് പിന്നെ തിന്നാനല്ലേ, മമ്മിയൊന്നും പറയില്ല. എന്തൊക്കെ സാധനങ്ങളാ കിടക്കണേ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ ആലോചിക്കണേ, ഞാൻ ഇതിന് മുമ്പ് പിടിക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ട്. പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സ്കീമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോണ കാണുമ്പോൾ എല്ലാവരും നോക്കും. പക്ഷെ ആ ചെക്കനെ കടയിൽ തന്നെ നോക്കിച്ചിരിക്കണം പുറത്തേണ്ടി. അല്ല പിന്നെ ഇപ്പം ഇനി ഇവിടെ എൻ്റെ എല്ലാവരും ഇങ്ങനെ സംശയാസ്പദമായി നോക്കാം. കാരണം ഞാൻ കക്കാനം കണ്ടു വന്നാണല്ലോ. ഇതിനൊക്കെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒന്ന് പറയിപ്പിക്കരുത്. വണ്ടി കയറ്റി കൊല്ലാണ്ടിരുന്നാൽ മതി. ഒരു ബീഫ് ഷവർമയും പിന്നെ ഒരു മാംഗോ ജ്യൂസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നോക്കട്ടെ. പക്ഷെ ഇവിടുത്തെ അടിപൊളി സാധനം കേട്ടോ. ഇവിടെ ബീഫിനൊക്കെ നല്ല ക്വാണ്ടിറ്റിയാണ്. അതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒന്ന് കഴിക്കാനുള്ള കാരണം. സാധനം ഇതൊക്കെ ഏതാ വണ്ടിന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കൊതിയാവുന്നു കാണുന്നത്.
കടയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോ കണ്ണിന് മുമ്പിൽ നിന്ന് ഹോണടിച്ച ആൾക്കാരാ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ് പയ്യെ വീട്ടിൽ പോകും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം കഴിയണം. എങ്ങനെയുണ്ട്? ഇങ്ങനെ പല പല സൈസിൽ പലത്. ഇതൊക്കെയാണ് നമുക്ക് ഒരു ദിവസം ജീവിച്ച് പോകാനുള്ള പ്രതീക്ഷകൾ തന്നെ സാധനങ്ങൾ. അപ്പൊ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇപ്പൊ ബൈ ഗൈസ്.